ഓ തല കീഴായിപ്പോയി, തിരിച്ചു വെക്കേ. കെട്ടരിക്കേ. എടോ മുതലാളി, താനാണല്ലേ ചാക്കിട്ട് പിടുത്തത്തിന്റെ ആള്? ഞാൻ ഇന്ന് വരെ ചാക്കിട്ട് പിടിച്ചിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടുണ്ട് ഒരുത്തൻ എന്നെ ചാക്കി കയറ്റുന്നേ. തന്നോട് ആര് പറഞ്ഞു എന്റെ ചാക്കി കയറാൻ? തന്നോട് ആര് പറഞ്ഞു എന്നെ ചാക്കി കയറ്റാൻ? താനെന്തിന് കയറി? താനെന്തിന് കയറ്റി? ഇറങ്ങി പോടോ ഇവിടുന്ന്. പോയില്ലെങ്കിൽ അടിച്ചു എന്റെ പല്ല്. ആ അങ്ങനെങ്കിലും പുതിയൊരു സെറ്റ് പല്ല് തന്റെ ചെലവിൽ ഞാൻ വെക്കും. പൊക്കിയടിച്ചാ ദൂരക്കളാ. അയ്യോ, എന്തോ വീഴുന്ന ശബ്ദം കേട്ടല്ലോ. ഞാനും കേട്ടു. ആരോ മുതലെടുത്ത് ആടിയതാ. എന്നിട്ട് താനകത്ത് കയറി വാതിലടയ്ക്കാൻ നോക്കണല്ലോ. പുറത്തെ കാര്യം പട്ടി നോക്കിക്കോളും. പട്ടി കൂട്ടിലല്ലേ? വാതിൽ തുറന്ന് ആരാ നോക്കണോ? കുഞ്ഞെ, എനിക്ക് തോന്നുന്നത് മധുര ആടിയത് മുതലാളി ആയിരിക്കും. മുതലാളിയോ? അച്ഛനെന്തിനാ സ്വന്തം വീട്ടിൽ മതിലടിച്ച് ചാടുന്നേ? ചിലപ്പോ ചാടും. മുതലാളിയുടെ കാര്യണ്ട് ഒന്നും പറയാനൊക്കത്തില്ല. തന്നോടാ നോക്കാൻ പറഞ്ഞത്. അത് വേണോ? എങ്കിൽ കുഞ്ഞുമ്മ പേടിക്കാനൊന്നുമില്ല, ഞാനല്ലേ കൂടെ. പോയി നോക്കാൻ. എന്താ അമ്മേ? ഇതെങ്ങനെ ഈ രാത്രിയിൽ ഇവിടെ? കുഞ്ഞിന് പരിചയമുള്ള കള്ളനാണോ? ഇയാൾ ഗേറ്റ് ചെന്നേ. എന്തൊരിടിയാ ഇയാൾ ഇടിച്ചത് തന്നെ. സോറി, ആരെ ഇടിച്ചു പോകുന്ന ഒരവസ്ഥയില്ല ഞാൻ. ഭ്രാന്ത് പിടിച്ച മനുഷ്യന്മാർ എന്റെ ശവത്തിന് വേണ്ടി കടിപിടി കൂടുകയാണ്. കുട്ടിയുടെ വീടാണെന്ന് അറിഞ്ഞില്ല. ഒരു മതിൽ കണ്ടു ചാടി, അത്രേ ഉള്ളൂ. എനിക്ക് മടുത്തു. വെകളി പിടിച്ച ഈ കാപാലികന്മാരുടെ ഇടയിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദൂരെ എവിടേക്കെങ്കിലും പോകാൻ കുറച്ച് രൂപ തന്നു സഹായിക്കൂ. അങ്ങനെ പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും എനിക്ക് വയ്യ. അയ്യോ, മുതലാളി, മതിയാടി അയാളെ ഞാനൊരു സംഘട്ടനത്തിലൂടെ കീഴടക്കി. മനു സ്വമേധ ഇങ്ങോട്ട് വന്നതാണോ? വരും, ഇവിടെ നിൽക്കണ്ട. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ആ തെണ്ടിയുണ്ടല്ലോ ദിവാകരൻ, അവന്റെ ആളുകൾ ബാലുവിനെ പിടിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാ. അതെ, അതുകൊണ്ട് ഞാൻ നാട് വിടുകയാണ്. നാട് വിടുകയോ? ബാലു എന്റെ കുട്ടിയാണ്. ബാലുവിന് കിടക്കാൻ ഒരു പായം തലയുടെ എന്റെ വീട്ടിലുണ്ടാവും. വരും. വേണ്ട സർ. ബാലു, കരുണന്റെ ബംഗ്ലാവിൽ കയറി ബാലുവിനെ ഒന്ന് തൊടാൻ ധൈര്യമുള്ള ഒരു പട്ടി പോലും ഈ നിയോജകമണ്ഡലത്തിലില്ല. പറ, ഇത്രയും സുരക്ഷിതമായ സ്ഥലം വേറെ ഏതെങ്കിലും ഉണ്ടോ? തൽക്കാലം അതാ ബാലു നല്ലത്. ഇതെന്റെ കടമയാണ്. വരൂ. എന്ത്? എല്ലാ ലോറിയും രക്ഷപ്പെട്ടെന്നോ? അത് ശരി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞോ? പറയണോ? ഇനി 10 കൊല്ലത്തേക്ക് കഞ്ചാവ് കടത്തിയില്ലേലും ഒരു കുഴപ്പമില്ല. ഈ ഓപ്പറേഷൻ സക്സസ് ആകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എങ്ങനെയാണെന്നോ? അത് പറയേല, അത് രഹസ്യമാ. ഇനി വേണേലേ നമുക്ക് ജാഫ്നയ്ക്ക് പെട്രോള് കടത്താം, കാബൂളിലേക്ക് തോക്ക് കടത്താം, എന്തും ചെയ്യാം. ഒരുത്തനും നമ്മുടെ രോമത്തെ പോലും തൊടുകയില്ല. നോക്കിക്കോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കും. നമുക്ക് നേരിൽ കാണാം. നമുക്ക് ഗംഭീരമായ ഒരു പാർട്ടി നടത്തണം. ഓക്കെ. അച്ഛൻ വലിയ സന്തോഷത്തിലാണല്ലോ. എന്തുണ്ടായി? ഇടുക്കിയിൽ നിന്ന് എന്റെ 11 ലോറി കഞ്ചാവും നാട്ടിലെത്തി മോളെ, ഒരു തടസ്സവും കൂടാതെ. അല്ലല്ല, കഞ്ചാവ് നശിപ്പിക്കാൻ പോയ ലോറികൾ നാട്ടിലെത്തിയെന്ന്. കഞ്ചാവ് നശീകരണ പോലീസുകാർ മുഴുക്കെ എന്റെ 11 ലോറികളിലാണ് ഇടുക്കി പോയത്. എന്ത്? മന്ത്രിസഭ വീണെന്നോ? മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദിവാകരൻ തെക്കുംതറ മന്ത്രിസഭയിൽ കയറി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 10 ദിവസം തികച്ചില്ലല്ലോ. ഏതവനാണോ? ദൈവം ഉണ്ടോ?
മാളികാമുകൾ എറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ദൈവം അല്ലാതെ മറ്റാരാണോ? ആ കേട്ടോളെ, മന്ത്രിസഭ വീണെന്ന്, തെക്കൻ തറയുടെ കസേര തെറിച്ചെന്ന്. മറ്റുള്ളവരുടെ തകർച്ചയിലല്ലച്ച നമ്മൾ സന്തോഷിക്കേണ്ടത്. നിനക്കറിയില്ല എന്റെ വിഷമം. നോക്കിക്കോ, ഞാനാ അടുത്ത മന്ത്രി. ഞാൻ ഈ നാട് ഭരിക്കും.